പ്രാങ്ക് വീഡിയോസ് പറഞ്ഞ ഒരുമാതിരി ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാ. ചേട്ടാ ഈ അഡ്രസ് എവിടെയാണെന്ന് കറക്റ്റ് ഇറങ്ങി പോടെ ഇറക്കാം. ഒരു ചെറിയ പ്രാങ്ക് ആണ് ചേട്ടാ. ഞാൻ ചോദിച്ചാ പേടിച്ചില്ല അതെ ശരിക്കും ജമ്മിയല്ലേ? ബ്രോ ഈ അഡ്രസ് അറിയാം? എന്നാലും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ലെന്നേ. ബ്രോ ഈ അഡ്രസ് അറിയാമോ ബ്രോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. Hi, could you please help me please find this address? India is my country. All Indians are my brothers and sisters. Yeah. വട്ട മുഴുവട്ട് പല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ഇതൊരു പ്രാങ്ക് ആണ്, ജസ്റ്റ് എ പ്രാങ്ക്. ഭ്രാന്താണല്ലേ ചേട്ടാ ഈ അഡ്രസ് അറിയാം? പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്ത ഞാൻ വരാം. ആണോ? ബ്രോ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞത്. ബ്രോ ഇത് പ്രാങ്ക് ആണ്. ഒന്നിങ്ങോട്ട് വന്നേ. ഒറ്റ അലക്കുണ്ടല്ലോ നിന്റെ മോന്ത തിരിഞ്ഞു പോകും. ഈ അഡ്രസ് അറിയാമോ? ആക്ച്വലി ഇത് വെള്ളയമ്പലമാണ്. കൊളക്കോഴിക്ക് തൈറോയിഡ് ഒന്നുമല്ലേ? ബ്രോ ഈ അഡ്രസ് അറിയാമോ? ഏത് മറ്റേ ഞാൻ യൂട്യൂബിൽ കണ്ടു. ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. ഈ അഡ്രസ് താൻ ഭ്രാന്താശത്തിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ അറിയില്ല. എക്സ്ക്യൂസ് മീ, ഈ അഡ്രസ് അറിയാമോ? ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ. പേടിക്കണ്ട, ഇതൊരു പ്രാങ്ക് ആണ്. ജസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? അതെ. അയ്യോ ഇത് അസുഖമല്ല. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് എവിടെയാണ് കറക്റ്റ് ആയിട്ട്? ഇത് ടെക്നോ പാർക്ക്. സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. പിള്ളേരെ നൈസായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പ്രാങ്ക് ആണ്. പ്രാങ്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പ്രാങ്ക് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഓ എന്തൊരു വെയില് ചൂട്. പൊക്കോ വരട്ടെ. പോയിക്കോ പോട്ടെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇന്ന് ഹിയർ വി മീഡിയ ഒരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇനിയിപ്പോ കാണുമ്പോ ഹഗ് ഓർ സ്ലാപ്പ് ഒന്നും തോന്നുന്നില്ല. കേരളത്തിലെ പ്രാങ്കുകൾക്കൊന്നും ഒരു നിലയില്ല വിലയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. കുഴപ്പമില്ല, അടിച്ചോന്നേ. അയ്യോ കഷ്ടം. വികാരജീവി അല്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. സ്ലാപ്പോ ഹഗ്. അപ്പം ചേച്ചിയുടെ അടുത്ത് ചോദിക്കാണ്, സ്ലാപ്പോ ഹഗിനകത്ത് പ്ലീസ് സ്ലാപ്പാണെന്ന് കുഴപ്പമൊന്നുമില്ലെന്നേ. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു. സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. ചേട്ടൻ എന്നെ തോന്നുന്നത് എന്നെ കാണുമ്പോ അടിക്കാനാണെന്ന് തോന്നുന്നത്. അതൊക്കെ സർവമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. എന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് ഹഗ് ചെയ്യാനാണോ സ്ലാപ്പ് ചെയ്യാനാണോ തോന്നുന്നു? ഒന്നും തോന്നിയില്ല. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. എനിക്ക് ഹഗ് ചെയ്യണം. ആണോ? എനിക്ക് ഹഗ് ചെയ്തിട്ട് പോകും. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ല് കുത്തി നാട്ടണത്? ഹഗ് ഓർ സ്ലാപ്പ് മീ എന്ത് ചെയ്തിട്ട് തോന്നി? ഉമ്മ വെച്ച് കളിക്കുന്ന ശിവനെ, ഇത് യാതൊരു ജില്ല. അപ്പൊ എന്നെ കാണുമ്പോ സാറിന് ഒന്ന് തല്ലാനാണോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനാണോ തോന്നുന്നത്? നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറ നിനക്ക് വേണം. ഹഗ് ഓർ സ്ലാപ്പ്.
സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചേട്ടൻ എന്നെ കണ്ടിട്ട് എന്നെ തോന്നുന്ന ആൾ ചെയ്തു. അപ്പൊ നിന്നെ എങ്ങനെ പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി നിന്ന് പൊറോട്ട അടിക്കുക. തോന്നിവാസം അല്ലാതെന്താ? ഒരു പ്രാങ്ക് ആയിട്ട് ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളും. ഹലോ ചേട്ടാ, ഞങ്ങളെ ബിസിയാ. എന്നെ കണ്ടിട്ട് എന്നാ തോന്നുന്നേ? അടിക്കാനാണോ തോന്നുന്നേ, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാനാണോ തോന്നുന്നത്? ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ. പെൺകുട്ടികളാരും ഇങ്ങനെ വേണം. ഉരുളക്കുപ്പേര് പോലത്തെ മറുപടി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. കണ്ടപ്പോ താങ്കൾക്ക് ഹഗ് ചെയ്യാനാണോ സ്ലാപ്പ് ചെയ്യാനാണോ തോന്നണേ? അങ്ങനെ വെച്ചാൽ ഒരു സ്ലാപ്പ് വരാനാണ്. എന്താ ഇത്? എന്താ ഒരു ശബ്ദം? ഇപ്പൊ താങ്കൾക്ക് എന്നെ കണ്ടപ്പോ ഹഗ് ചെയ്യാനാണോ സ്ലാപ്പ് ചെയ്യാനാണോ തോന്നണേ? പേരെന്താ ചേട്ടൻ? കിരൺ. ഒന്ന് പോടാ. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അവൻ വന്ന വഴി തന്നെ വർക്ക് തുടങ്ങി. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചക്കൻ. ആളിറങ്ങി വരുന്നുണ്ട്. ആരും വെറുതെ കളക്ഷൻ ഉണ്ടാക്കി. കണ്ടില്ല. तुम्हारी माँ कैसी है? तुम्हारी माँ कैसी है? മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. कौन कौन? अरे कौन? तुम्हारा देखभाल करने वाला तुम्हारा आशिक. അയ്യടാ ചിരി കണ്ടോ? आप बहुत क्यूट हो. मैं बहुत क्यूट हूँ. हाँ. तुम भी बहुत क्यूट हो. हैंडसम लड़की नहीं होती. एंजल लड़की. एंजल लड़की. हाँ. एंजल लड़की चाहिए. छुप छुप के. अच्छा वो. हाँ. हाँ देखते हैं छुप छुप के. तुम भी देखते. नहीं व्हाट्सएप का मैसेज. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ऐसे उठा दिया. हाँ उठाओ. बोल क्या हुआ? हाँ अब चलो वहाँ से घुमाओ. ഓക്കെ സമ്മതിച്ച്. ഇനി ഞാൻ പിടിക്കാം. मैं कौन हाँ उठाएंगे? उठा के दिखाओ. अरे हाँ इधर जाओ. अरे मैं कौन हाँ उठाएंगे? उठा लूंगा. നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? बस. മണ്ടൻ കുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. तेरे को दोस्तों की गर्लफ्रेंड है? हाँ. तेरी नहीं है? नहीं है. क्यों नहीं? आप बन जाओ ना. मैं बन जाऊँ. हाँ. ഒത്തില്ല. എന്താണ്? ഒത്തില്ല. आ गई. अच्छा लेवल थोड़ा नीचे. हाँ आप लेवल में बात हो गई. ऐसी बात करूँ. हाँ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. हाँ. अच्छा तो सामने से ऐसा सीधा देखो. അയ്യേ, നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. हाँ एक कर लो. और इधर वापस इधर सभी. अच्छा इधर. बस. हाँ हाँ. बस. चलो सीधा देखो सीधा. हाँ. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. हाँ 21 दिन चलो. हाँ और यहाँ पे भी. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി നിന്ന് പൊറോട്ട അടിക്കുക. തോന്നിവാസം അല്ലാതെന്താ? हाँ हाँ. मैं भी अच्छा लगा. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. ഈ രണ്ടെണ്ണത്തിന് മിക്കവാറും ഞാൻ കൊല്ലൂടാ. കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. प्रैंक कर रहे थे, इतने छोटे होके प्रैंक करते तू. लड़का बैठा ना उधर. हाँ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. പോട്ടെ പെങ്ങളെ.